കഴിഞ്ഞ ദിവസം സ്വർണ്ണ വിലയിൽ വലിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹായ് ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ശ്രീജിത്ത് ഐ ജ്വല്ലറി ഡിസൈനർ ആൻഡ് എക്സ്പേർട്ട്. ഇതിൽ ഒന്നാമത്തെ കാരണം ഡോളറിന്റെ മൂല്യം വളരെയധികം വർദ്ധിച്ചു. ഇതിന് കാരണം മറ്റ് രാജ്യങ്ങളെല്ലാം ഓയിലും ഗ്യാസും വാങ്ങിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്, അതും ഡോളറും കൊടുത്തുകൊണ്ട്. അപ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് കൂടി ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോൾ വളരെയധികം ഇടിയാനും ഇത് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ഡോളറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, അപ്പോഴും ഗോൾഡ് റേറ്റിൽ ഇടിവ് വരും. ഇതിൽ മൂന്നാമത്തെ കാരണം ഓൾറെഡി ഗോൾഡ് റേറ്റ് വളരെയധികം ഹൈയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഇൻവെസ്റ്റേഴ്സ്, ലോക ബാങ്കുകൾ, കോടികളൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ അവര് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് വലിയ രീതിയിൽ ഗോൾഡ് സെല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഗോൾഡ് റേറ്റിനെ വളരെ നല്ല രീതിയിൽ ഡൗൺഫോളിലാക്കി. ഇതിപ്പോ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ഡൗൺഫോൾ മാത്രമാണ്. ലോങ് ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് റേറ്റിൽ ഇനിയും വലിയൊരു കുതിപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിലവിൽ ഗോൾഡ് റേറ്റിൽ വലിയൊരു കുതിപ്പ് കാണാത്തത് ലോകരാജ്യങ്ങളെല്ലാവരും ഇപ്പൊ ഓയിൽ വാങ്ങുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഡോളറിലാണ്. അതുകൊണ്ടാണ് ഡോളറിന്റെ മൂല്യം കൂടുകയും ഗോൾഡിന്റെ വില ഇപ്പോ വലിയ കുതിപ്പൊന്നുമില്ലാതെ സ്റ്റേബിൾ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ടൈം ഡൗൺഫോളുകളൊക്കെ കണ്ട് നിങ്ങൾ ഒരിക്കലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ദുബായിലുള്ള ആളുകളാണ്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഡിജിറ്റൽ എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമുകൾ ഞാൻ പറഞ്ഞുതരാം.